കേരളത്തിന്റെ തറിയൊച്ചകൾ താളം പിടിക്കുന്ന മണ്ണ്, പാരമ്പര്യവും പ്രൗഢിയും ഇടചേർന്നെത്തുന്ന കുത്താമ്പുള്ളി. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ നെയ്ത്തുഗ്രാമത്തിൽ വിശ്വാസത്തിന്റെ മറ്റൊരു പേരായി മാറിയൊരിടം. രാമചന്ദ്ര ഹാൻഡ്ലൂംസ്, തിരുവില്ലാമല, കുത്താമ്പുള്ളി. ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കണയം കോറിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലി ചെയർപേഴ്സണും വാർഡ് കൗൺസിലറും തമ്മിൽ വാക്കേറ്റം. കോറിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലി ചെയർപേഴ്സൺ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണ് വിവാദത്തിന് കാരണം. ഷൊർണൂരിലെ കണയം കരിങ്കൽ കോറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ ചൊല്ലി കൌൺസിലറും ചെയർപേഴ്സണും കൌൺസിൽ യോഗത്തിൽ വാക്കേറ്റം. വാർഡ് കൌൺസിലർ സിനി മനോജിനെതിരെയാണ് പോസ്റ്റ് ഇട്ടതെന്ന് ആരോപിച്ച് BJPയും രംഗത്തെത്തി. വിഷയത്തിലുള്ള ചർച്ച വാക്കേറ്റത്തിലേക്ക് വഴിമാറുകയായിരുന്നു. കഴിഞ്ഞ നഗരസഭാ കൌൺസിലിന്റെ തീരുമാനപ്രകാരമാണ് കണയത്തെ കരിങ്കൽ കോറിക്ക് അനുമതി നൽകിയത് എന്ന് നഗരസഭാ ചെയർപേഴ്സന്റെ പോസ്റ്റാണ് ബഹളത്തിലേക്ക് വഴിവെച്ചത്. ഈ പോസ്റ്റിലൂടെ ജനങ്ങൾ കൌൺസിലറെ കുറ്റക്കാരിയായി ചിത്രീകരിച്ചുവെന്നും കൌൺസിലറാണ് കോറി പ്രവർത്തിക്കാൻ കാരണമായതെന്നും വരുന്ന രീതിയിലാണ് ഇത്തരം പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതെന്നും ആരോപണവുമായി കൌൺസിലർ സിനി മനോജും രംഗത്തെത്തി. കരിങ്കൽ കോറിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന വലിയ മൺകൂന നീക്കം ചെയ്യുന്നതിൽ എന്ത് നടപടിയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നായിരുന്നു കൌൺസിലർ സിനി മനോജ് ആവശ്യപ്പെട്ടത്. എന്നാൽ മാസങ്ങളായി ഇത്രയും മണ്ണുകൾ കൂട്ടിയിടുന്നതുവരെ കൌൺസിലർ എവിടെ നോക്കിയിരിക്കുകയായിരുന്നുവെന്ന ചെയർപേഴ്സന്റെ ചോദ്യമായിരുന്നു കൌൺസിലറെ ചൊടിപ്പിച്ചത്. കോറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചുക്കാൻ പിടിച്ചത് വാർഡ് കൌൺസിൽ സിനി മനോജാണെന്ന് ചെയർപേഴ്സൺ കൌൺസിലിൽ ആഞ്ഞടിച്ചു. കൌൺസിലിൽ വന്ന് രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് ചെയ്യുന്നത് എന്നായിരുന്നു ചെയർപേഴ്സന്റെ പ്രതികരണം. എന്നാൽ കോറി വിഷയത്തിൽ എന്നും ജനങ്ങൾക്കൊപ്പമാണ് നിന്നിട്ടുള്ളതെന്നും മണ്ണ് നീക്കം ചെയ്യുന്ന വിഷയത്തിൽ ആദ്യം പരാതിയുമായി രംഗത്തെത്തിയത് ഞാനാണെന്നും കൌൺസിലർ സിനി മനോജ് മറുപടി നൽകി. കോറിയുടെ വിഷയം അജണ്ടയായി വരുമ്പോൾ മാത്രമാണ് കൌൺസിലർ ശബ്ദമുയർത്തുന്നത് എന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കോറി വിഷയത്തിനിടെ ഉത്തരവാദിത്തം കൌൺസിലർക്കാണെന്നും അത് തിരസ്കരിക്കാനാകില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഈ മറുപടിക്ക് ചെയർപേഴ്സണെതിരെ പ്രതിഷേധവുമായി BJP അംഗങ്ങളും രംഗത്തെത്തി. വാർഡിലെ ഒരു പ്രശ്നം ഒരു കൌൺസിലറുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് BJP കൌൺസിലർമാർ പ്രതികരിച്ചു. കോറി ഉടമ ഹൈക്കോടതിയിൽ നിന്നും അനുമതി വാങ്ങുന്നതുവരെ നഗരസഭയുടെ വക്കീൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ലെന്ന് കോൺഗ്രസും പ്രതികരിച്ചു. അതിനാലാണ് നഗരസഭയോട് ചോദിക്കാതെ കോടതി വീണ്ടും കോറിക്ക് അനുമതി നൽകിയത്. ഉടൻ തന്നെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്നും കൌൺസിലിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നിലവിൽ കോറിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് നഗരസഭയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് CCV. അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം.